സിനിമ ഉണ്ടാക്കുമ്പോൾ നിർമ്മാതാവിന് പൈസയാണ് പ്രശ്നം, ഡയറക്ടർക്ക് ഒരു സക്സസ്സാണ് പ്രശ്നം. പക്ഷേ ഒരു നടനോ നടിക്കോ അല്ലെങ്കിൽ ഒരു സ്റ്റാറിന് അവർക്ക് കൺസിസ്റ്റൻസിയാണ് പ്രശ്നം. ഈ സിനിമ കഴിഞ്ഞിട്ടും അവർക്ക് ഓഡിയൻസ് വരണം, അവരെ കാണണം. അപ്പം അവർ കൊടുക്കുന്ന ഒരു സന്ദേശം എന്താണ്, ഈ ലെവലിൽ നമ്മൾ ചെയ്യണമോ വേണ്ടയോ എന്നുള്ള ഒരു സെൽഫ് അസസ്മെൻറ്റ് അവർ ചെയ്യണം. കാര്യം അവരാണ് ഇൻഡസ്ട്രി, അവരാണ് ബിസിനസ് കൺട്രോൾ ചെയ്യുന്നത്. ഒരു മമ്മൂക്കയോ ഒരു മോഹൻലാലോ അല്ലെങ്കിൽ ഒരു ഫഹദോ ഇങ്ങനെയുള്ള ആളുകൾ അവരെ ഒരു സ്വയം ഒരു എന്താ പറയുക, ഒരു സെൻസർഷിപ്പ് അവർ സ്വയം ചെയ്യണം. ഇത് നമുക്ക് ചെയ്യണ്ട, ഈ ലെവലിലേക്ക് നമുക്ക് പോകണ്ട, നമുക്ക് നമ്മുടെ സിനിമ ഇങ്ങനെ തരം താഴ്ത്തി കാണിക്കണ്ട, അല്ലെങ്കിൽ അതൊരു സ്വയം തീരുമാനം എടുക്കണം. എന്നാലേ നമുക്കൊരു ഇൻഡസ്ട്രിക്ക് ഒരു പുതിയൊരു നയം ഉണ്ടാവുള്ളൂ, പുതിയൊരു ഫ്ലറിഷിങ് ഉണ്ടാവുള്ളൂ. ഇപ്പം ഞാൻ ബോംബെ നിൽക്കുന്ന ആളാണ്, ഞാൻ പുറത്തെ സിനിമകൾ വർക്ക് ചെയ്യുന്നതാണ്, ഹോളിവുഡും പിന്നെ മറ്റ് ഇൻ്റർനാഷണൽ സിനിമകളൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണ്. ഞാൻ ബോംബെയിൽ നിന്നുകൊണ്ട് മലയാളത്തെ നോക്കുമ്പോൾ മറ്റുള്ളവർ, അതായത് ഹിന്ദി സിനിമയിലുള്ള ആളുകൾ മലയാള സിനിമയെ നോക്കിക്കാണുന്നത് ഇറ്റ്സ് എ ഫ്ലറിഷിങ് ഇൻഡസ്ട്രി. പുതിയ പിന്നെ സബ്ജക്റ്റുകൾ ട്രൈ ചെയ്യുന്നു, പുതിയ ആളുകൾ വരുന്നു, പിന്നെ അടിക്കുന്നു. ഏറ്റവും കൂടുതൽ സക്സസ് വരുന്നത് മലയാള സിനിമയാണ്. ഇവിടെ നമ്മൾ കരുതുന്ന മലയാള സിനിമ മുഴുവൻ തകർന്നു പോയി, നശിച്ചു പോയി. ഇനി ഇവിടെ ഉള്ളവർക്കാണ് പ്രശ്നം. അതെ. അപ്പോൾ ഇത് പെർസ്പെക്റ്റീവിൻ്റെ പ്രശ്നമാണ്. പക്ഷേ വലിയൊരു കാര്യമുണ്ട് കേട്ടോ, മലയാള സിനിമ ഒരു ഭയങ്കര മാതൃകാപരമായ ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. കാരണം നമ്മുടെ വ്യവസായത്തിന് പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ അത് നിർമ്മാതാക്കളായാലും നടീനടന്മാരായാലും ഉടൻ നമ്മൾ കറക്റ്റീവ് കോഴ്സിലേക്ക് പോകുന്നുണ്ട്. അത് ഒരു വലിയ കാര്യമാണ്. അത് മലയാള സിനിമയിൽ ഞാൻ കണ്ടിടത്തോളം അതിപ്പം പിന്നെ ബിഹേവിയറിൻ്റെ കാര്യത്തിലായാലും നമ്മളെങ്ങനെ നമ്മളെ കണ്ടക്ട് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റി ആയാലും വർക്ക് ഫോഴ്സിനെ പറ്റിയിട്ടുള്ളതായാലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഡീൽ ചെയ്യുന്ന സബ്ജക്റ്റുകൾ ഏത് രീതിയിലുള്ള ആയിരിക്കണം, എങ്ങനെയായിരിക്കണം, സിനിമ എങ്ങനെ ഡിഫൈൻ ചെയ്യണം എന്നുള്ളത്, അത് ഒരു മൊമെൻറ്റിൽ നമ്മൾ നിന്നിട്ട് ഒരു കറക്റ്റീവ് സ്റ്റാൻഡ് എടുക്കുന്നുണ്ട്. അത് യാതൊരു ഇൻട്രസ്റ്റിങ് ചെയ്യുന്നില്ല. അവിടെ മലയാള സിനിമ ഒരു വലിയ മാതൃകാപരമായൊരു പൊസിഷനാണ് നിൽക്കുന്നത്. അത് എനിക്ക് വലിയ അഭിമാനമുണ്ട് മലയാള സിനിമ. ഇത് പറയുമ്പോൾ നമുക്ക് അന്യ നാട്ടിൽ പോയി നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഒരു അഭിമാനം ഉണ്ടാവും. പക്ഷേ ഇവിടെ ഈ നാട് വിട്ട് പോയെങ്കിൽ നാടിൻ്റെ വില നമുക്ക് അറിയത്തുള്ളൂ. അതാണ് ഏറ്റവും വലിയ പോയിന്റ്. അപ്പോഴേ ഉള്ളൂ നമ്മളെ മലയാള സിനിമയെക്കുറിച്ച്, മലയാള സിനിമയിലെ നമ്മളെ ഓരോ വ്യക്തികളെയും കുറിച്ച് നമുക്ക് മനസ്സിലാവുന്നത് ഈ നാട് വിട്ട് പോകുമ്പോഴേ മനസ്സിലാവുള്ളൂ. അത് വലിയൊരു പോയിന്റ്. വടക്കൻ ചെയ്യുമ്പോൾ തന്നെ വടക്കൻ ഒരു ബോംബെ എന്നുള്ള പ്രൊഡ്യൂസറാണ്, കമ്പനിയാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് ഇപ്പോൾ ഏതൊരു ഇൻ്റർവ്യൂവിൽ പത്രക്കാരൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇവിടെ വന്ന് സിനിമ എടുക്കുന്നത്, നിങ്ങൾക്ക് ബോംബെയിൽ സിനിമ ചെയ്യാമല്ലോ, എന്തിനാണ് ഇവിടെ വന്നു? പുള്ളി പറഞ്ഞ ഉത്തരം എന്നെ വളരെയധികം ടച്ച് ചെയ്തു. പക്ഷേ പറഞ്ഞത് ഇൻ്റർനാഷണൽ ലെവലിൽ വർക്ക് നടക്കുന്ന മലയാള സിനിമകൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇന്ത്യയിലെ ഏത് വലിയ ടെക്നീഷ്യൻ എടുത്താലും അതെല്ലാം മലയാളികളാണ്. എനിക്ക് പറയേണ്ടുന്ന ഒരു കഥ പറയാൻ ഇപ്പോൾ സ്പേസുള്ള മലയാള സിനിമകൾ മാത്രമാണ്. ഞങ്ങൾ ബോംബെയിൽ സിനിമ ചെയ്യണമെങ്കിൽ ബോംബെയിലെ ഒരു പാറ്റേൺ അനുസരിച്ച് വേണം നമുക്ക് സിനിമയുണ്ട്. ബിസിനസ്സിനനുസരിച്ചുള്ള പാറ്റേൺ ഉണ്ടാക്കുക. ഞങ്ങൾക്കങ്ങനെ പാക്കേജ് ചെയ്യേണ്ട, പകരം ഞങ്ങൾക്ക് ഉള്ളിൽ തട്ടുന്നൊരു കഥ വരണം. അത് ചെയ്യുവാനുള്ള പൊസിഷൻ ഇന്ന് മലയാള സിനിമയിലേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം മലയാള സിനിമയ്ക്ക് പുറത്ത് നിൽക്കുന്ന ആളുകൾ മലയാള സിനിമയെ ഉറ്റുനോക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ കരുതുന്ന മൊത്തം കുഴപ്പമായി. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.